ഒരു മുംബൈയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ അലീന 3 പേരും എവിടേക്കാണ് എന്ന് ചോദിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ അവർ പറയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിലേക്ക് പോവുകയാണ് എന്ന്. ഇതേ സമയമാണെങ്കിൽ ആ ലിസ്റ്റൊന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം ലിസ്റ്റൊക്കെ പോയിട്ട് വരുമ്പോൾ കാണിക്കാം കുഞ്ഞ് എന്ന് പറയുന്നു. അതായത് പുള്ളിയുടെ കൊച്ചിൻ്റെ മോൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിവിട്ട് ഓരോ നുണകൾ ഇങ്ങനെ പൗലോസ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോവുകയാണ്. പോകുന്ന വഴി പൗലോസാണെങ്കിൽ അവൾക്ക് മെയിൻ കളിക്കണം, അതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം ആൻ്റപ്പൻ പറയുന്നുണ്ട് കാര്യം അതൊന്നുമല്ല, എന്തോ വലുത് വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ സാധന സാമഗ്രികളൊക്കെ ആയിട്ട് അവർ വടങ്ങിയെത്തുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത്. വന്ന് സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് അലീന വന്ന് സാധനങ്ങളൊക്കെ നോക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ പൗലോസ് നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് പറയുകയാണ് അവൾ ആ ഭൂതം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെന്നും സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ചോദിച്ചെന്നും പറഞ്ഞു. ഞാൻ ജന്മുണ്ടെങ്കിൽ കൊടുക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു. അലീനയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതായത് എന്തൊക്കെ വാങ്ങി, എന്താ ബില്ല് എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞ് എല്ലാ സാധനങ്ങളും എനിക്കറിയാമെന്നേ, പക്ഷേ ബില്ല് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ബില്ലായിട്ടല്ല തരാറ്, അത് അവിടെ തീർക്കുകയാണ് എന്ന് പറയുന്നു. മാസം അവിടുത്തെ ഡയറിയിൽ എഴുതും, ഇവിടുത്തെ ഡയറിയിൽ എഴുതും എന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്നിട്ട് എവിടെ എഴുതിയത് എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ ഡയറി എടുത്ത് അലീനയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ എഴുതാൻ മറന്നുപോയി, ഇന്നലത്തെയും എഴുതിയിട്ടില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഇത്ര ഓർമ്മശക്തിയുള്ള പൗലോസേട്ടൻ ഇതെങ്ങനെ മറന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വല്യപ്പച്ചൻ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നുമില്ല വല്യപ്പച്ച, കടയിൽ നിന്നേ കൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു, ബില്ലൊക്കെ എവിടെയാണെന്ന് ഒന്ന് ചോദിക്കായിരുന്നു എന്ന് പറയുകയാണ്. അല്ല, മാസം ഈ പൈസ ആരാ കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ദിവസം അപ്പോൾ ബില്ല് കൊടുക്കുകയാണോ അതോ മാസമാണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അലീന. അത് കേട്ടതും അല്ല കുഞ്ഞെ, ഇത് മാസാവസാനമാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. പൗലോസേട്ടന് നല്ല ഓർമ്മയുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിരുന്നാൽ ഈ സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞേ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ അരി 30 കിലോ, പുട്ടുപൊടി 5 കിലോ എന്നൊക്കെ പറഞ്ഞ് പൗലോസാണെങ്കിൽ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് മാതിരി അങ്ങോട്ട് പാടി വിടുവാണ് എന്ന് കാണാം. ഇതേ സമയം ലിസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണെങ്കിൽ അലീന പറയാണ്, അതായത് എൻ്റെ വല്യപ്പച്ച, ഈ അരി കണ്ട ഒരു 20 കിലോ അല്ലേ തോന്നുള്ളൂ, ഇത് 30 കിലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അതേ മോളെ, ഇതൊരു 20 കിലോയ്ക്കേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല പൗലോസേട്ടാ, അപ്പോൾ ഇത് എത്ര കിലോ ഉണ്ട് ഒന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അതേ കുഞ്ഞെ, ഇതാകെ 20 കിലോ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിക്കാരൊക്കെ ഞെട്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ പൗലോസേട്ടൻ 30 പറഞ്ഞതോ എന്ന് ചോദിക്കുകയാണ് അലീന. അത് കേട്ടതും നമ്മുടെ പൗലോസ് പറയുന്നുണ്ട് ഇന്നലെ 10 കിലോ മേടിച്ചു എന്ന് പറയുന്നു. 10 കിലോ ഫുള്ളും തിന്ന് തീർത്തോ എന്ന് ചോദിക്കുകയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട്. ഇതേ സമയം ഇല്ല, പുതിയ അരി വാങ്ങിയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് എന്ന് പറയുന്നു. ഇവിടെ ബാക്കിയുണ്ടെന്ന് പറയുന്നു. എങ്കിൽ എനിക്ക് ആ 10 കിലോ അരി ഒന്ന് കാണണമല്ലോ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ
നമ്മുടെ പൗലോസ് 10 കിലോ അരി എടുത്തു കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതാകെ 2 കിലോ പോലും ഇല്ലല്ലോ പൗലോസ് ഏട്ടാ, ബാക്കി 8 കിലോ എന്തിയെ? എൻ്റെ പപ്പ മൊത്തം തിന്നോ? എൻ്റെ പപ്പ എന്താ ഇവിടെ വല്ല തീറ്റ മത്സരത്തിലായിരുന്നോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറയുന്നു. ഇതേ സമയം ഇവിടെ കള്ളം കയറിന്നാ തോന്നുന്ന കുഞ്ഞെ എന്ന് പറയുമ്പോൾ, അരി മോഷ്ടിക്കാനായിട്ടൊരു കള്ളനോ? എൻ്റെ പൊന്നു പൗലോസേ, നിന്നെ സമ്മതിക്കണോടാ എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പപ്പയോട് പറഞ്ഞില്ല എന്ന്. പപ്പയോട് പറയണ്ടേ ഇവിടെ കള്ളം കയറിയെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ, അത് വൈകുന്നേരം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുകയാണ്. എന്തായാലും പൗലോസായിട്ട് ഒരു കാര്യം ചെയ്യും, ഈ സാധനങ്ങളൊക്കെ തിരിച്ച് അതേമാതിരി വണ്ടിയിലേക്ക് കയറ്റ്. നമുക്ക് ഒന്ന് കടയിലൊക്കെ പോയി തൂക്കമൊക്കെ ഒന്ന് നോക്കി ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാമെന്നേ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താടാ നോക്കി നിൽക്കുന്നത്? കയറ്റാൻ പറഞ്ഞാൽ കയറ്റാ, എടുത്ത് കയറ്റടാ എന്ന് പറയുന്നു. ഇതേ സമയം വള്ളിപ്പച്ചൻ വരുന്നുണ്ടോ കടയിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ വരാതെയോ? ഇവന്മാരെ എങ്ങനെ തനിയെ വിടാനായിട്ടൊന്നും നിൻ്റെ കൂടെ ഇവന്മാരെ വിടാൻ ശരിയാവില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കഴിയുമ്പോഴേക്കും വല്യപ്പച്ചൻ റെഡിയായി വരുന്നുണ്ട്. അലീനയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് സത്യം പറയാവുന്നതാണ്, എന്തെങ്കിലും അറിയാവുന്നെങ്കിൽ പറയുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മര്യാദയെങ്കിൽ മര്യാദ എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം എനിക്കൊന്നും അറിയില്ല കുഞ്ഞെ എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ കയറിക്കോ എന്ന് പറയുന്നു. അതെ, കയറാൻ പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് 3 പേരുടെയും ഫോണൊന്ന് തന്നേ, ഫോൺ തന്നിട്ട് കയറിയാൽ മതി എന്ന് പറയുന്നു. ഇനി ആരെങ്കിലും വിളിച്ചു പറയാനൊക്കെ തോന്നിയാലോ, അത് വേണ്ട എന്ന് പറയുമ്പോൾ 3 പേരും ഫോൺ കൊടുക്കുന്നുണ്ട്. ഗേറ്റ് കിടക്കുമ്പോഴും അലീന ഒന്നുകൂടി പറയുന്നുണ്ട്, അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. ഒടുവിൽ കടയിലേക്ക് വണ്ടിയും കൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. ഒക്കത്തിനും നല്ല രീതിയിൽ പിടി വീഴുകയാണ് പ്രേക്ഷകരെ. അലീന സത്യം മനസ്സിലാക്കുകയാണ്, ചതി മനസ്സിലാക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പപ്പയുടെ വിശ്വസ്തരായി നിന്നുകൊണ്ട് പപ്പയെ ചതിക്കുന്ന ജോലിക്കാരെ കയ്യോടെ പിടികൂടുന്ന അലീന അവരെ ചോദ്യം ചെയ്യുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത പാട്ട് റിവ്യൂ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ റിവ്യൂ പോകുന്നത് കൂട്ടുകാരെ.